കഴിഞ്ഞ ദിവസം രാത്രിയിൽ ലൈവിൽ നമ്മൾ കണ്ടിരുന്നു അർജുൻ ഭയങ്കര കരച്ചിലായിരുന്നു, ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. പിന്നീട് റസ്മിനും എല്ലാവരും കൂടിയിട്ട് അർജുനെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അർജുൻ ബാത്റൂം ഏരിയയിൽ ഇരിക്കുന്ന സമയത്ത് ശ്രീതു വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് പ്രശ്നം, എന്തിനാണ് കരഞ്ഞതെന്ന് ചോദിച്ച സമയത്ത് ഞാൻ ഫാമിലി ഓർത്തുപോയി, അമ്മേനെ ആലോചിച്ചിട്ടാണ് കരഞ്ഞത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു ശ്രീതു, ആ മോതിരം കിട്ടിയതുകൊണ്ടാണോ തന്നതുകൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മോതിരം ആര് കൊടുത്തതാണ്, ശ്രീതു കൊടുത്തതാണോ, അത് എവിടെ നിന്നാണ് ആ മോതിരം എന്നൊക്കെ കാണുന്ന പ്രേക്ഷകർക്ക് മുഴുവൻ ഒരു സംശയമായി. ശ്രീതു മോതിരം തന്നതുകൊണ്ടാണോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ അർജുൻ ഈ മോതിരം കണ്ടപ്പോൾ എനിക്കെന്തോ അമ്മയെ ഓർമ്മ വന്നു എന്നാണ് അവിടെ പറയുന്നത്. എന്തായാലും അത് കേട്ട സമയത്ത് പ്രേക്ഷകർക്കും ഒരു ഡൗട്ടായി, ആരാണ് ഈ മോതിരം കൊടുത്തത്, ശ്രീതു ആണോ എന്നുള്ള ഒരു സംശയത്തിന്റെ പുറത്ത് എല്ലാവരും എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു. എന്തായാലും രാവിലെ തന്നെ ശ്രീതുവും അർജുനും ഇതിനെക്കുറിച്ച് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. എന്തിനാണ് കരഞ്ഞത്, എന്താണ് പ്രശ്നം, എന്തിനാണ് മൂഡ് ഓഫ് ആയത് എന്നൊക്കെ ശ്രീതു അർജുൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അർജുൻ ഇരുന്ന് ചിരിക്കുള്ളൂ. അർജുൻ ഇതിനൊന്നും കൃത്യമായൊരു മറുപടി അർജുൻ പറയുന്നില്ല. ഫാമിലിയെ ഓർത്തുകൊണ്ടാണ് അമ്മേനെ ഓർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആരാണ് ഈ മോതിരം അയച്ച് തന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ തന്നതാണ് എന്നാണ് അവിടെ അർജുൻ പറയുന്നത്. അപ്പോൾ ആ മോതിരം കയ്യിൽ കിട്ടിയ സമയത്ത് അമ്മേനെ ഓർമ്മ വന്നു, അതുകൊണ്ടാണ് കരഞ്ഞത് എന്നാണ് അവിടെ അർജുൻ ഇരുന്ന് പറയുന്നത്. ആ സമയത്ത് ക്യാമറ ഫോക്കസ് ചെയ്തുകൊണ്ട് അർജുൻ്റെ മോതിരം ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അർജുൻ്റെ വിരലിൽ കിടക്കുന്ന ആ മോതിരം എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ശ്രീതു അവിടെ ഇരുന്ന് കൂളായിട്ട് സമാധാനിപ്പിക്കാനും സംസാരിക്കാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിന് തൊട്ട് മുൻപായിട്ട് ശ്രീതുവും റസ്മിനും സംസാരിക്കുന്നുണ്ട്. എന്തിനാണ് അർജുൻ കരഞ്ഞതെന്ന് ശ്രീതു ചോദിക്കുന്നുണ്ട് റസ്മിൻ്റെ അടുത്ത്. അപ്പോൾ റസ്മിൻ പറഞ്ഞത് അവൻ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു, കരഞ്ഞ സമയത്ത് എന്താണ് കാര്യമെന്ന് ചോദിച്ച സമയത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ചിലർ നമ്മുടെ അടുത്ത് ഇങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കില്ലേ, അല്ലെങ്കിൽ അവർ നമ്മളെ ഹേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് വിഷമമാവില്ലേ എന്നുള്ള രീതിയിൽ അവൻ ചിരിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ചിലർ നമ്മുടെ കൂടെ നിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, പക്ഷേ അവർ നമുക്കെതിരെ സംസാരിക്കുക അല്ലെങ്കിൽ നമുക്കെതിരെ നിൽക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു അർത്ഥത്തിലാണ് അവൻ സംസാരിച്ചത്. അവൻ അങ്ങനെ ഹേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ പേര് അങ്ങനെ ചെയ്താൽ അവനെ ഹേർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അവർ പിന്നെ ആംഗ്യ ഭാഷയിലാണ് അവിടെ പറയുന്നത് ശ്രീതുവിൻ്റെ അടുത്ത്, ഇന്ന ആളായിരിക്കും, ഒന്നല്ലെങ്കിൽ ഇന്ന ആൾ അല്ലെങ്കിൽ ഇന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നല്ലെങ്കിൽ ശ്രീതു ചെയ്തത് എന്തോ അവനെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് അർജുനെ, അല്ലെങ്കിൽ പിന്നെ ഋഷി ചെയ്ത കാര്യമായിരിക്കണം ഹേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലെന്തോ ഒന്ന് വല്ലാതെ ഹേർട്ടിങ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് അത്രയും വിഷമിക്കുകയും കരയുകയും ചെയ്തതെന്നാണ് ശ്രീതുവിൻ്റെ അടുത്ത് റസ്മിൻ പറഞ്ഞത്. പക്ഷെ അർജുൻ അവിടെ ശ്രീതുവിൻ്റെ അടുത്ത് ഒന്നും പറയാൻ തയ്യാറായില്ല. അമ്മ കാരനാണ്, അമ്മേനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്, വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് കരഞ്ഞത്. അമ്മയെ കയ്യിൽ നിന്ന് ആ മോതിരം കിട്ടിയ സമയത്ത് ആ മോതിരം കണ്ടപ്പോൾ അമ്മേനെ ഓർത്തു, അതുകൊണ്ടാണ് കരഞ്ഞത് എന്നൊക്കെയാണ് അവിടെ അർജുൻ പറയുന്നത്.